ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 4 തരം ഡ്രിങ്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. ആദ്യം സപ്പോട്ട വെച്ചിട്ടുള്ള ജ്യൂസ് അടിക്കുകയാണ്. അതിനുവേണ്ടി സപ്പോട്ട തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ സപ്പോട്ട ഇവിടെ തന്നെ ഉണ്ടായതാണ്, നല്ല മധുരമുള്ള സപ്പോട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെയുള്ള ഈ 5 രൂപയുടെ ഹോർലിക്സിൻ്റെ പൊടിയാണ്. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പാൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, പാൽപ്പൊടിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇവിടെ സ്ട്രോബെറിയുടെ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഈ പച്ച ഭാഗം ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതാ ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യമായിട്ടുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ആ സ്ട്രോബെറിയുടെ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി മറ്റൊരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. കസ്റ്റാർഡ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ട് കുറച്ച് കസ്കസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരണം, അതുവരെ മാറ്റി വെക്കണം. ഇനിയിപ്പോൾ ഈ കസ്റ്റാർഡിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അതല്ലെങ്കിൽ ചൂടുള്ള പാലിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അത് കട്ട കെട്ടും. അപ്പോൾ ചൂടില്ലാത്ത പാലിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ ബാക്കിയുള്ള പാലൊഴിച്ച് കൊടുക്കുക. 1/2 ലിറ്റർ പാല്, അത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ പാലൊഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ദാ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കലക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. സാവധാനത്തിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ പാല് തിളക്കണം എന്നില്ല, പാല് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അത് പാല് പെട്ടെന്ന് തിളച്ച് പൊങ്ങിയതുകൊണ്ട് പിന്നെ അതിലേക്ക് ഒഴിച്ചു എന്ന് മാത്രം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കട്ടയാവും. അപ്പോൾ കട്ടയായി കരുതി പ്രശ്നമൊന്നുമില്ല, കാരണം അത് മിക്സിയിൽ അടിക്കാനുള്ളതാണ്. എന്നാലും പറ്റ വെള്ളം വറ്റിച്ചെടുക്കണ്ട. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഇതിൽ അലിഞ്ഞ് വരണം. ഇനിയിപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുത്തു എന്ന് മാത്രം. ഇനി നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തണുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക.
ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച ആ കസ്കസ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സ് മാറ്റാം. ഏതെങ്കിലും ഫ്രൂട്ട്സ് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി എത്ര ലൂസാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കാം. അപ്പോൾ ഒരു സൽക്കാരത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡ്രിങ്കാണിത്. ഇനിയിപ്പോൾ അതാ പപ്പായയും പഴവും വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ജ്യൂസ്. ഇത് പപ്പായ കൊണ്ട് അടിച്ചതാണ് എന്നൊന്നും പറയൂല, അത്രക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പപ്പായ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മൈസൂർ പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കണം. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായയും പഴവും വെച്ചിട്ടുള്ള ജ്യൂസും റെഡിയായി. അപ്പോൾ തയ്യാറാക്കിയ എല്ലാ ഡ്രിങ്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.